വാമപ്പ് ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ 10 പ്രാവശ്യം. Side to side 10. Shoulder rotation. Hip rotation. Opposite. Extension, flexion extension. Up. One. Leg swing ചെയ്യാം 10 times ഓരോ കാല്. ഒന്നുകൂടെ. Perfect. One. Stretch out. 4, 5, 7, 8, 9, 10. 1. ഇപ്പോൾ സർക്കിൾ ചെയ്യുന്നുണ്ടോ? 2, 3, 4. നെക്സ്റ്റ് പഠിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. 1, 2, 3, 4, 6, 7, 8, 9, 10. ഇതിൻ്റെ പഠിക്കുക ജമ്പ് ചെയ്തിട്ട്. ഒന്നര പഠിക്കുക. അല്ലെങ്കിൽ ജമ്പ് ചെയ്യാം. ജമ്പ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ജമ്പ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ആദ്യം സ്ക്വാട്ട് ചെയ്യാം. സ്ക്വാട്ട് ചെയ്യുമ്പോൾ ബാക്ക് പെയിനുള്ള ആൾക്കാർ, മുട്ടുവേദനയുള്ള ആൾക്കാർ ശ്രദ്ധിക്കാം.
മുട്ടുവേദനയുള്ള ആൾക്കാർ സ്കോട്ട് ചെയ്യണമെന്നില്ല. ചെറിയ പെയിനൊക്കെയാണ് ഓക്കെ. എല്ലാത്ത ആൾക്കാരും സ്കോട്ട് ചെയ്യരുത്. കാരണം ഈ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് കഴിഞ്ഞാൽ മുട്ടുവേദന കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോക്ടറായിട്ട് ചോദിച്ചിട്ട് ഉറപ്പ് വരുത്തും. ഓക്കെ. അപ്പോൾ വിത്തൗട്ട് വെയിറ്റ് ആണെങ്കിൽ നേരെ ബോഡി വെയിറ്റ് സ്കോട്ട് ആണെങ്കിൽ നമ്മൾ നേരെ നിൽക്കുക. ലുക്ക് സ്ട്രൈറ്റ്, ചെസ്റ്റ് അപ്പ്, റിട്രാക്ട് ഷോൾഡർ, ഷോൾഡർ റിലാക്സ് ചെയ്യുക. അതുപോലെ സ്കാപ്പുലർ റിട്രാക്ട് ചെയ്യുക, ഗ്ലൂട്ട് ടൈറ്റ് ചെയ്യുക. മാക്സിമം എത്ര ഇരിക്കാൻ പറ്റുന്നു അത്ര ഇരിക്കുക. അപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ ഇത്ര മതി, ധാരാളം. ഓക്കെ. ഇതിനൊന്നും വേണ്ട, ഇത്ര ഇരിക്കാൻ ധാരാളം. തിരിച്ച് റിട്ടേൺ പൊസിഷനിൽ വരിക. താഴെ പോകുമ്പോൾ ശ്വാസം എടുക്കുക. Looks like just up. ഈ ഹാഫ് സ്കോട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്താലും ഓക്കെ. ഹാഫ് സ്കോട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ഞാൻ പറയുന്നത് എടുത്തിട്ട് ഒരുപാട് ചെയ്യാനോ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് വെച്ചിട്ട് മാത്രം ചെയ്യാം. ഇനി ഡംബൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡംബലിൻ്റെ ശ്രദ്ധിക്കാം. ചെറിയ ഡംബൽ എടുക്കാം. കാരണം ഡംബൽ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാം കൂടുതലായിരിക്കും, കാലിന് നല്ല ലോഡ് വരും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഡംബൽ എടുക്കുക. എന്നിട്ട് ഗ്ലോബൽ സ്കോട്ട് ചെയ്യുക. ഡംബൽ ഇങ്ങനെ വെച്ചിട്ട് ചെസ്റ്റോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് എല്ലാത്ത ആൾക്കാർ ബോഡി വെയിറ്റ് സ്കോട്ടിന് ധാരാളമാണ്. ഡംബൽ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രം ഈ ലെവലിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് സെയിം സ്കോട്ട് 1 പുറത്തോട്ട് ശ്വാസം എണീക്കുമ്പോൾ പുറത്തോട്ട് ശ്വാസം വിടുക. 6 നമുക്ക് 3 സെറ്റ് ചെയ്യാം. ഡംബൽ എടുക്കുന്ന ആൾക്കാർ ഡംബൽ എടുത്ത് ചെയ്യാം. ബോഡി വെയിറ്റ് ആണെങ്കിൽ ബോഡി വെയിറ്റ് വെച്ചിട്ട് ചെയ്യാം. ഒരുപാട് റെസ്റ്റ് എടുക്കരുത്. മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മുടെ 2 സെറ്റിൻ്റെ ഇടയിൽ 30 സെക്കൻഡ് റെസ്റ്റിൻ്റെ ആവശ്യം. ഒരുപാട് റെസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻഡ്യൂറൻസ് കുറയും. എൻഡ്യൂറൻസിന് വേണ്ടത് എപ്പോഴും റെസ്റ്റ് മിനിമം കീപ്പ് ചെയ്യുക. അതുപോലെ ഹൈപ്പർട്രോഫിക്കും മസിൽ ബിൽഡ് ചെയ്യാനും വേണ്ടത് ഒരു 30 to 1 മിനിറ്റിനിടയിൽ റെസ്റ്റ് കീപ്പ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല തീവ്രത കൂട്ടാൻ വേണ്ടിയിട്ട് റെസ്റ്റ് പീരീഡ് കൂട്ടിക്കഴിഞ്ഞാൽ തീവ്രത വർക്കൗട്ടിൽ പോകും. നമുക്ക് ചെയ്യാനുള്ളത് ഹിപ്പ് ത്രസ്റ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ട് പിടിച്ച്. ഓക്കെ, എന്നിട്ട് കിടക്കുക. കാല് നേരെ ഈ ലെവലിൽ, കൈയിൻ്റെ പയത്തിൽ ചേർത്ത് ഇത് ഈ ലെവലായിരിക്കും കാല് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 രീതിയിൽ ചെയ്യാൻ പറ്റും, 3 ഇൻറ്റൻസിറ്റി. ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, മുട്ടുവേദന ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ബേസിക് 1 സെക്കൻഡ് 2 1 സെക്കൻഡ് വരെ കീപ്പ് ചെയ്യാം. 3 4 5 6 7 8 9 10. ഇത് ഈസിയായി തോന്നുന്ന ആൾക്കാർക്കാണെങ്കിൽ, അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാല് പൊക്കി വെക്കാം, സിംഗിൾ വെച്ച് ചെയ്യാം. 1 ഒരു കാലിന് 10 വെച്ചിട്ട് 2 3 4 5 6 7 8 9 10. ഇനി ഈ കാല് പൊക്കി വെക്കുക. 1 2 3 4 5 6 7
കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേണം തോന്നുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഇത് രണ്ടും നമുക്ക് അത്രത്തോളം ഫലപ്രദമല്ല തോന്നുകയാണെങ്കിൽ ഡംബൽ എടുത്തിട്ട് ഇവിടെ വെക്കാം, കാല് ചേർത്ത് വെക്കാം. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10. നമ്മളെ വർക്കൗട്ടാണ് ലഞ്ചസ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, പ്രോപ്പർ ഫോം കീപ്പ് ചെയ്യണം. അതുപോലെ ഡംബൽ ഇല്ലാണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഡംബൽ ഇല്ലാതെ ചെയ്താൽ തന്നെ നല്ല അത്യാവശ്യം ഇൻറ്റൻസിറ്റി ഉണ്ടാകുന്ന വർക്കൗട്ടാണ്. മുട്ടുവേദനയുള്ള ആൾക്കാർ, ബാക്ക് പെയിനുള്ള ആൾക്കാർ ഒഴിവാക്കാൻ നല്ലത്. ബാക്ക് പെയിനുള്ള ആൾക്കാർ ശ്രമിച്ച് നോക്കാം, പെയിൻ ഡേയിൽ ഒഴിവാക്കാം. മുട്ടുവേദനയുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഒഴിവാക്കാൻ നല്ലത്. അതായത് ഫോം കീപ്പ് ചെയ്യുക, ലുക്സ് ടൈറ്റ്, ചെസ്റ്റ് അപ്പ്, ഷോൾഡർ റിലാക്സ് ചെയ്യുക, റിട്രാക്ടർ ഷോൾഡർ റിട്രാക്ട് ചെയ്യുക, ഗ്ലൂട്ട് ടൈറ്റ് ചെയ്യുക, ഒരു കാല് മുന്നോട്ട് വെക്കുക. അതായത് ശ്രദ്ധിക്കുന്നത് ഇതും 90 ഡിഗ്രി ആയിരിക്കണം. നമ്മൾ വളയാൻ പാടില്ല, രണ്ടും 90 ഡിഗ്രി. 1 2. അതായത് രണ്ടും വേണ്ടത് നേരെ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാം, രണ്ട് കാലും 90 ഡിഗ്രി. കണ്ടോ? 1 2 3 4 5 6. നേരത്തെ ടച്ച് ചെയ്യണമെന്നില്ല കേട്ടോ, ടച്ച് ചെയ്യുന്നതിന് നമ്മൾ എന്തെങ്കിലും എടുക്കണം. ഈ ഒരു ലെവലിൽ ഇത്രയും നിന്നാൽ മതി. എന്നിട്ട് കാല് ചേഞ്ച് ചെയ്യാം, ബാക്കത്തെ കാല് ഇങ്ങോട്ട് വെക്കുക, ലുക്ക് സ്ട്രൈറ്റ്, ചെസ്റ്റ് അപ്പ്, ഷോൾഡർ റിലാക്സ്ഡ്. അതുപോലെ ഗ്ലൂട്ട് ടൈറ്റ് ചെയ്യാം. ഡിഗ്രി ഇവിടെ 90, ഇവിടെ 90 ഡിഗ്രി കേട്ടോ. 5 6 7. ഇങ്ങനെ ആവാനോ ഒന്നും ആവരുത്, ഇങ്ങനൊന്നും ആവണ്ട. കറക്റ്റ് ഈ പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് നമുക്ക് എത്ര പറ്റുന്ന അത്ര ചെയ്താൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞവർ മാതിരി ഡംബലില്ല ചെയ്ത് നോക്കുക. ഡംബലില്ലാതെ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഡംബൽ എടുത്താൽ മതി കേട്ടോ. ഡംബൽ എടുക്കുമ്പോൾ നല്ല ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഞാൻ വരെ ചെറിയ ഡംബൽ എടുക്കുന്നത് എന്നോട് നോക്കാം. എട്ടെണ്ണം ചെയ്താൽ 8 10 ചെയ്യാം. നിങ്ങളുടെ ലെവലനുസരിച്ച് 8 10 ഒരു കാലം ചെയ്യാം. നമുക്ക് ആൾട്ടർനേറ്റ് ഡബിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനത് സജസ്റ്റ് ചെയ്യില്ല, കാരണം നമ്മൾ പോസ്റ്റർ കറക്റ്റായാൽ മാത്രമേ ഇത് ലഞ്ച് ശരിക്കും പഠിച്ചാൽ മാത്രമേ അത് ചെയ്യണം നന്നാവുള്ളൂ. അതായത് ആദ്യം ചെയ്യുക, തിരിച്ചു പോവുക, വീണ്ടും ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഓരോ മൂവ്മെൻറ്റിൽ ചിലപ്പോൾ പോസ്റ്റർ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ പോസ്റ്റർ കറക്റ്റ് ചെയ്ത് ഒന്ന് മാത്രം ചെയ്തിട്ട് മാറിയായിരിക്കും നന്നാവുക. എക്സ്പെർട്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റ് ചെയ്യാം. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഇന്നർ തൈക്കുള്ള അഡക്ടർ മസിൽ വർക്കൗട്ടാണ്. നേരത്തെ നമ്മൾ സ്ക്വാട്ട് ചെയ്തില്ലേ, സ്ക്വാട്ട് ചെയ്ത് നമ്മൾ കാല് ഷോൾഡറിൻ്റെ നേരെ താഴെ. അപ്പോൾ കാല് അതുപോലെ ഞെരിയാണി, ഇത് ഒരു ഈ ലെവലിൽ, ഇങ്ങനെയല്ല ഇങ്ങനെയല്ല. ഓക്കെ, ഒരു ഇത്രയും ലെവലിലാണ് നമ്മുടെ പിന്നെ പെരുവിരൽ വെച്ചിട്ടുണ്ടായിരുന്നത്.
സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത്. ഷോൾഡറിന് നേരെയായിരുന്നു കാലുണ്ടായിരുന്നത്. കാൽ ചെറുതായിട്ട് ഫ്ലെയർ ഔട്ട്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ സുമോ സ്ക്വാട്ടാണ്. നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ അവിടെ നിന്ന് എടുക്കാം. ഒരു സ്റ്റെപ്പും കൂടി കുറച്ചുകൂടി വൈഡായി. നമ്മൾ ഷോൾഡറിൻ്റെ പുറത്ത് ഒരു ചാണം കൂടി നമ്മൾ എന്ത് ചെയ്ത് കാല് പുറത്തെത്തി. കാല് ഇങ്ങനെ ഉണ്ടായിരുന്നു സ്ക്വാട്ടിൽ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ കാല് നമുക്ക് മാക്സിമം ഇങ്ങനെ ചെയ്യും. ഉള്ളിലത്തെ തൈയാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്, ഇന്നർ തൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നേരെ 1 2 3 ഇവിടെ കിട്ടും. 4 5 ബാക്ക് പെയിനുള്ള ആൾക്കാർ ഒഴിവാക്കാം, മുട്ടുവേദനയുള്ള ആൾക്കാരും ഒഴിവാക്കാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള വർക്കൗട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാല് ഇത്ര വൈഡായിട്ട് ഈ ഒരു ഇത്രയും ലെവലിൽ കിട്ടണം നമുക്ക്. എന്തായാലും നമ്മൾ കറക്റ്റ് സുമോ സ്ക്വാട്ട് ഇന്നർ തൈക്ക് കിട്ടുള്ളൂ. ഡംബൽ എടുക്കുകയാണെങ്കിൽ ഡംബൽ ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് സേഫ്. 1 2 3 4 5 7 8 9 10. വൈഡ് സ്ക്വാട്ട്, സുമോ സ്ക്വാട്ട് എന്നൊക്കെ പറയും. ഇന്നർ തൈയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബാക്ക് അല്ലെങ്കിൽ ഡോങ്കി കിക്ക് എന്നൊക്കെ പറയും. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. ഷോൾഡറിന് നേരെ താഴെ കൈ വരണം. ഹിപ്പിൻ്റെ നേരെ താഴെ നമ്മുടെ മുട്ട് വരണം. നീ ടോപ്പ് പൊസിഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് പൊസിഷൻ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഒരു കാല് മാത്രം നേരെ മുകളിലോട്ട് കിക്ക് ചെയ്യാം. 2 3 മുകളിലോട്ട് കംപ്ലീറ്റ്. 4 5 6 7 8 9 10. 10 ചെയ്യാം, 15 ചെയ്യാം. കറക്റ്റ് പോസ്റ്റിൽ കീപ്പ് ചെയ്യണം. ഇതുപോലെ മെല്ലെ ചെയ്താൽ മതി. രണ്ടാമത്തെ കാല് 10 ചെയ്യാം. ബോഡി മാത്രം, കാല് മാത്രം അണിക്കാൻ പറ്റി. ബോഡി ഒന്നും ശരിക്കാണ്ട. കറക്റ്റ് നമ്മുടെ ഹിപ്പ്, ക്ലോട്ട് മാത്രം, ഹിപ്പ് മാത്രം. കാഫ് റൈസ്. നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ, ഷോൾഡർ നേരെ കാലായിരിക്കണം. ലുക്സ് ടൈറ്റ്, ജസ്റ്റ് അപ്പ് ടൈറ്റ്, ഗ്ലൂട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മടമ്പ് മാക്സിമം പൊക്കുക. കാഫ് റൈസ്. 4 5 6 7 8 15 ചെയ്യണം കേട്ടോ. ഡംബൽ ആൾക്കാർ ഡംബൽ എടുക്കാൻ വേണ്ട ആൾക്കാർ കേട്ടോ. സെയിം. പതിനഞ്ചെണ്ണം ചെയ്യണം കേട്ടോ. അടുത്ത നമുക്ക് ചെയ്യേണ്ട വർക്കൗട്ടാണ്, നിങ്ങൾ അധികം ചെയ്തിട്ടുണ്ടാവില്ല ആരും. കാഫ് റൈസിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഹീൽ റൈസ് എന്ന് പറയും. ഇത് മുകളിലോട്ട് വെക്കുക. ടിബിയാലിസ് ആൻറ്റീരിയർ എന്ന മസിലുള്ള വർക്കൗട്ടാണ്. കാഫ് മസിൽ പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മസിലാണ് ടിബിയാലിസ് ആൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അത് പൊതുവെ ആരും ചെയ്യാറില്ല, പക്ഷെ അത് ചെയ്യൽ ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ നിർബന്ധമാണ്. അതിന് ഡംബൽ വെയിറ്റ് ഒന്നും വേണമെന്നില്ല, ഇതുപോലെ ചെയ്യണം. സ്ട്രെച്ച് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാക്കിങ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബോഡി കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാം, വെള്ളം കുടിക്കാം. എന്നിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. കംപ്ലീറ്റ് ലോവർ ബോഡി സ്ട്രെച്ച് ചെയ്യണം. ആദ്യം ക്വാഡ് സ്ട്രെച്ച് ചെയ്യാം. ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നെങ്കിൽ സപ്പോർട്ട് ചെയ്ത് പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഓക്കെ,
പിടിച്ചിട്ട് നേരെ ഒരു 10 സെക്കൻഡ് നമ്മളിങ്ങനെ കീപ്പ് ചെയ്യണം. 10 മിനിറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യണം ഒരു കാലം ഇങ്ങനെ പിടിച്ചിട്ട്. എന്നാലാണ് ഈ മസിലെല്ലാം നന്നായിട്ട് സ്ട്രെച്ച് ആയി കിട്ടും. അതുപോലെ ഈ കാലും നെക്സ്റ്റ് നീറ്റ് ചെസ്റ്റാണ്. ഗ്ലൂട്ടിൻ്റെ സ്ട്രെച്ചാണ്. നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റേ എയറോബിക്സ് ചെയ്ത സമയത്തൊക്കെ ഇതിൻ്റെ സ്ട്രെച്ച്. ഇവിടെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചൈൽഡ് പോസ്, കോബ്ര പോസ്. ഇനി നമുക്ക് ഹാംസ്ട്രിങ്ങിലും അതുപോലെ തന്നെ കാഫിന് സ്ട്രെച്ച് കിട്ടാൻ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്. നല്ല ഈസി ആയിട്ടുള്ള എല്ലാം നല്ല സ്ട്രെച്ച് കിട്ടുന്ന ബാക്ക് പെയിൻ, മുട്ടുവേദന ആൾക്കാർക്കും ബാക്ക് പെയിൻ ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ടവൽ സ്ട്രെച്ച് പറയും. ടവൽ വെച്ചിട്ട് കാല് മേലോട്ട് പിടിച്ചിട്ട് ഇതുപോലെ കാല് സ്ട്രൈറ്റ് ആയിരിക്കണം. വളയിട്ട് ഇവിടെ നല്ല സ്ട്രെച്ച് കിട്ടും നമുക്ക്. കണ്ടോ? ലെങ്ത്തുള്ള ടവൽ. ഇതുപോലെ കാല് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് സ്ട്രെച്ച് ചെയ്യാം. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹാംസ്ട്രിങ് സ്ട്രെച്ചാണ്. കാഫിനും കൂട്ടി ചെറുതായിട്ട്. ഇത് തന്നെ എന്ത് ചെയ്യാം, ഇരുന്നിട്ട് കാഫിൻ്റെ മസിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. പോയി കാല് പൊങ്ങാൻ പാടില്ല, തല വെക്കുക, വലിക്കുക, കാഫ് മസിൽ നല്ല രീതിയിൽ സ്ട്രെച്ച്.